ഞാൻ കോയമ്പത്തൂർ ചെന്ന ശേഷം അവിടെ നിന്ന് ഒരു ഈറോഡ് പോകുന്ന ബസ്സിലാണ്. TNSTCയുടെ എക്സ്പ്രസ് ബസ്സാണ് അത്. 1 to 1 പോയിൻ്റ് ടു പോയിൻ്റ് എന്ന രീതിയിൽ ഓടുന്ന ഒരു ബസ്സാണ്. ഡ്രൈവർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ പ്രത്യേകത. ഇതുപോലെ സേലം റൂട്ടിലും വണ്ടികൾ ഓടുന്നുണ്ട്. AC ബസ്സുകളും ഈ റൂട്ടുകളിൽ, ഈറോഡ് സേലം റൂട്ടുകളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 99 കിലോമീറ്ററാണ് ഈറോഡ് വരെയുള്ള ദൂരം. അപ്പം ഞാൻ കഴിഞ്ഞ കോയമ്പത്തൂർ സേലം യാത്രകളിലൊക്കെ കാണിച്ചിരുന്ന ഭാഗങ്ങളിൽ നിന്നും കാണിക്കാൻ വിട്ടുപോയ ആ നാഷണൽ ഹൈവേ 544 വഴിയോര കാഴ്ചകളാണ്. ഈ പോകുന്ന ദൂരം അത്രയും കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ കാണിച്ച പോലെ തന്നെ ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതേപോലെയുള്ള സ്ഥലങ്ങൾ നേരത്തെ ഇതൊക്കെ കൃഷിയിടങ്ങളായിരുന്നു. കുറേയെല്ലാം റിയൽ എസ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാവണം റോഡ് സൈഡിലുള്ള സ്ഥലങ്ങൾ കുറേ നിരപ്പാക്കിയിട്ടിരിക്കുന്നു. ചിലയിടത്ത് കൃഷി നടക്കുന്നു. പക്ഷേ ഞാൻ 90കളിൽ പോകുമ്പോൾ ഏറ്റവും അധികമായിട്ട് കാണാറുള്ള കൃഷിയാണ് സൂര്യകാന്തിയുടെ ഒരു കൃഷി. ഈ റോഡുകളിൽ അധികവും സൂര്യകാന്തി കൃഷി ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവയുടെ കാഴ്ചകളൊന്നുമില്ല. കൃഷികൾ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചകളാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം മാവ് ചെറിയ തോട്ടങ്ങളുണ്ട്, പിന്നെ ചെറിയ തെങ്ങും തോപ്പുകളുണ്ട്. അതല്ലാതെ ഈ ഹൈവേയോടെ ചേർന്നുള്ള സ്ഥലങ്ങളിൽ കൃഷി ഇപ്പോൾ വളരെ കുറവാണ്. തമിഴ്നാടും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ പാതയിലേക്കാണോ എന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോഴത്തേക്കും തോന്നിപ്പോവും. കാരണം ഈ നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പുതിയ കാലത്തിൻ്റേതായിട്ടുള്ള കെട്ടിടങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ കാലത്തിൻ്റേതായിട്ടുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനമാണ് അധികം നടക്കുന്നത്. അതുപോലെ തന്നെ പല സ്ഥലത്തും ഓരോ പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടേച്ച് അവിടെ ഫോർ സെയിൽ ബോർഡ് വെച്ച ചില സ്ഥലങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഈ പ്രദേശത്ത് ഇപ്പോൾ ഒരു വലിയ ബിസിനസ് എന്നുള്ള രീതിയിൽ നടന്നു പോരുന്ന ഹോട്ടൽ ബിസിനസ്സാണ്. ഈ പോകുന്ന വഴിക്ക് മിക്കവാറും അത്യാവശ്യം സ്പേസുള്ള ഇടങ്ങളിൽ ഒരുപാട് ചായക്കടകൾ, അതുപോലെ തന്നെ ഹോട്ടലുകൾ, അതും വെജിറ്റേറിയൻ ഹോട്ടലുകൾ, ഹൈ ക്ലാസ് ഹോട്ടലുകളുടെയൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ ഇതൊക്കെ ഈ കാഴ്ചകൾക്കൊപ്പം തന്നെ വലിയ പ്രദേശങ്ങളുടെ, വലിയ ബിൽഡിങ്ങുകളുടെയൊക്കെ കാഴ്ചകളുണ്ട്. ചില സ്ഥലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനായിരിക്കണം ചിലപ്പോൾ ഒരു പക്ഷേ ആ റിയൽ എസ്റ്റേറ്റ് ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് സ്ഥലത്ത് എല്ലാം മണ്ണിട്ട് നികത്തിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൂട്ടിലെ ഒരു ഫ്ലൈ ഓവറുകളുടെ ആധിക്യം. എനിക്ക് തോന്നണേ ഈ ഏകദേശം 168 കിലോമീറ്ററാണ് സേലം. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10-200 ഫ്ലൈ ഓവറെങ്കിലും മിനിമം വരുന്നു തോന്നുന്നു. ഇപ്പോഴും ഒരു 10-20ഓളം ഫ്ലൈ ഓവറുകളുടെ പണി, അതായത് ചെറിയൊരു ജംഗ്ഷൻ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഫ്ലൈ ഓവർ പണിയുക എന്നുള്ള രീതിയിൽ ഫ്ലൈ ഓവറിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. കാരണം ഒരു കാരണവശാലുമില്ല ബ്ലോക്കുകളില്ലാതെ ഈ ഗതാഗതം സാധ്യമാക്കുക, ഹൈവേ ഗതാഗതം സാധ്യമാക്കുക. അതോടുകൂടി തന്നെ ടോൾ പിരിവും ശരിക്കും ഇവർ ലക്ഷ്യമാക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള ദൂരയാത്രകൾക്ക് ന്യായമായിട്ടുള്ളൊരു പൈസ
നമ്മൾ ടോളായിട്ടും കൊടുക്കേണ്ടി വരുന്നത് വ്യക്തമാണ്. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ റോഡ് സൈഡിലെ ഈ കാഴ്ചകൾ, അതായത് ഒരു സംസ്ഥാനത്തെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് തമിഴ്നാട്, കർണാടക ഗവൺമെൻറ്റുകൾ ഇപ്പോൾ ഈ പാതയോരങ്ങളിൽ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ഓരോ നിർമ്മിതികൾ പണിയുകയും വളരെയധികം വ്യവസായ സ്ഥാപനങ്ങളും ഈ റോഡിനോട് ചേർന്ന് അനുവദിക്കുകയൊക്കെ ചെയ്തു പോകുന്നതിൻ്റെ ശരിക്കും ഗുണഫലങ്ങൾ ആ ഗവൺമെൻറ്റുകൾക്ക്, ആ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും അവരുടെ ആ ബഡ്ജറ്റിൻ്റെ കുറിച്ചുള്ള വാർത്തകൾ കാണുമ്പോൾ, ഞാനിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന തമിഴ്നാട് STC ബസ്സുകൾക്ക് മാത്രം, അതായത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലുള്ള ബസ്സുകൾക്ക് മാത്രം ഏകദേശം 2000 കോടി മുതൽ 3000 കോടി വരെയുള്ള രൂപ നീക്കി വയ്ക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ യാത്ര പെരുന്തുറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 2-3 കിലോമീറ്റർ പോയാൽ പെരുന്തുറ എന്നുള്ള ആ ചെറിയ പട്ടണമാണ്. ഞങ്ങൾ നേരത്തെ ലോറിയിലൊക്കെ പോകുന്ന സമയത്ത് ഇത് മെയിൻ റോഡായിരുന്നു. ഈ പെരുന്തുറ എന്ന് പറഞ്ഞ ആ ചെറിയ പട്ടണത്തിന് നടുവിലൂടെയായിരുന്നു അന്ന് മെയിൻ ഈ നാഷണൽ ഹൈവേ 47 കടന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് അത്ര വലിയ പട്ടണം എന്ന് പറയാനൊന്നുമില്ല, ഒരു തിരക്കേടില്ലാത്ത ഒരു ജംഗ്ഷൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഈ പ്രദേശത്തെ ഒരു പ്രധാന കാഴ്ചകളാണ് ലോറികളുടെ കാഴ്ചകൾ. വളരെയധികം ലോറികളുടെ ഒരു പ്രദേശം കൂടിയാണ് പെരുന്തുറ, നാമക്കൽ, അതുപോലെ ഈറോഡ് ഏരിയകളൊക്കെ. റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ബസ്സുകൾ, ലോറികൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ ലോറി പാർക്കിങ്ങിനായിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങൾ കാണാം. ഇവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, ലോഡുകൾ കൃത്യമായിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ കിട്ടാനുണ്ടാവും. ഇതിനോടനുബന്ധിച്ച് തന്നെ ലോറി ബുക്കിംഗ് ഓഫീസുകളും ധാരാളമായിട്ടുണ്ട് ഈ പ്രദേശത്ത്. ഈ പോകുന്ന വഴിക്കും പണ്ട് ഉള്ള പോലെയുള്ള കൃഷിയിടങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സത്യം. പക്ഷേ അവിടെയെല്ലാം പുതിയ കാലത്തിൻ്റേതായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും പുതിയ കാലത്തിൻ്റെ രീതിയിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം വളരെ നല്ല രീതിയിലുള്ള കച്ചവട സ്ഥാപനങ്ങളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഇതിൻ്റെ മറുവശം. അങ്ങനെ പെരുന്തുര എന്ന് പറഞ്ഞ ആ ചെറിയ ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പെരുന്തുറ ടൗണിൻ്റെ കാഴ്ചകളാണ്. നേരത്തെ കടന്നു പോകുമ്പോൾ ഒരു 8-10 കടകളും 1-2 ചായക്കടയോ ഹോട്ടലുകളോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം ഏകദേശം 30 വർഷത്തിനിടയ്ക്ക് നേടിയെടുത്ത ഒരു മാറ്റം, 30 വർഷത്തിനിടയ്ക്ക് ഈ സ്ഥലത്ത് വന്നിരിക്കുന്ന മാറ്റം ആണ്. നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴത്തേക്കും മിക്കവാറും നമ്മുടെ കേരളത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ചില സ്ഥലങ്ങൾ ഇപ്പോഴും പഴയ രീതിയിൽ അതേ രീതിയിൽ നിലകൊള്ളുന്ന ചില സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വന്നിരിക്കുന്ന മാറ്റം നോക്കുക. വീതിയുള്ള 4 വളരെ വീതിയുള്ള 4 ലൈൻ ഹൈവേ ആണ് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നത്. നമ്മളിപ്പോൾ 544 വലത്തോട്ട് തിരിഞ്ഞ് ഈ പെരുന്തുറ എന്ന ടൗണിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ എല്ലാം 4 ലൈനാണ്. അതുപോലെ ജംഗ്ഷനുകൾ വളരെ നല്ല രീതിയിൽ റൗണ്ട് അബൌട്ടൊക്കെ കൊടുത്തിട്ടാണ് വളരെ നല്ല രീതിയിൽ
അവർ ചെയ്തു വച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഈ തമിഴ്നാടിൻ്റെ പല പ്രദേശങ്ങളും ഇപ്പോൾ കാണപ്പെടുന്നത്, പല ടൗണുകളിലും കാണപ്പെടുന്നത്. അത്ര വലിയ രീതിയിലുള്ള മാലിന്യങ്ങളോ അല്ലെങ്കിൽ റോഡിൽ വൃത്തികേടുകളോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകളോ ഒന്നും ഇപ്പോൾ കാണാനില്ല എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷത്തോടൊപ്പം ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടിയാണ്. പണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ചില സ്ഥലങ്ങൾ വളരെ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ആ കാഴ്ചകളിലേക്കൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ഏതായാലും പുതിയൊരു കാലത്തിൻ്റെ, അതായത് ആ ഒരു സമ്പന്നതയുടെ ഒരു കാഴ്ചയാണ് എവിടെയും ഈ പോകുന്ന വഴിയിലൊക്കെ കാണാനുള്ളത്. 99 കിലോമീറ്ററാണ് കോയമ്പത്തൂരിൽ നിന്ന് ഈറോഡിന്. അതിലേകദേശം 90 കിലോമീറ്ററോളം നമ്മളിപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പെരുന്തുറയിൽ നിന്നും വളരെ അടുത്ത് തന്നെയാണ് ഈറോഡ് എന്ന സ്ഥലമെന്ന് എനിക്ക് തോന്നുന്നു. 95 രൂപയാണ് 93 രൂപയാണ് ഓർഡിനറി ബസ്സിൻ്റെ നിരക്ക്. അങ്ങനെ ഈറോഡ് എത്തുന്നതിന് കാത്ത് ഞാൻ ബസ്സിൽ എങ്ങനെ ഇരിക്കുകയാണ്.